വാ വാ. അപ്പോ ഈ പ്രദേശത്താണ് നമ്മുടെ പദ്ധതി നടപ്പാക്കേണ്ടത്. ഇവിടുന്ന് ഈ ഇത്ര ഏരിയ ഇവിടെ മതിയോ? ആ അവിടെ അവിടെ. ചേട്ടാ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ സെൻട്രൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. എവിടെ? ഈ ഭാഗത്തായിട്ട് ചെയ്തു നോക്കുക. സൺലൈറ്റ് നല്ലതായിട്ട് അവിടെ ചെയ്യണ്ട, കാരണം അവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല, അവർക്ക് പുച്ഛമാണ്. അത് ശരി. പിന്നെ സൂര്യപ്രകാശം അവിടെ അടിക്കണത് ഞാൻ എന്തെങ്കിലും വകുപ്പുണ്ടാക്കി സൂര്യനെ ഇങ്ങോട്ട് മാറ്റി അടുപ്പിച്ചോളാം. ഓക്കെ. നമുക്ക് ഇവിടെ ഇത് ഈ ഭാഗം മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. ഇവിടെ പരമാവധി നമുക്ക് നല്ല ഉത്സവപ്പറമ്പ് പോലെ ലൈറ്റ് കത്തിയാൽ അങ്ങനെ നിൽക്കണം. ഓക്കെ. ഈ മാവ് ചിലപ്പോൾ ഒന്ന് മുറിക്കേണ്ടി വരും ചേട്ടാ. ആ മാവും ആ തേക്കും അല്ല, ആ തേക്ക് മുറിക്കുക, അത് വേറെ പറമ്പില്ല. ഇത് മാവ് ഞാൻ മുറിച്ച് മാറ്റിത്തരാം. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ പദ്ധതി നമുക്ക് ഉടനെ നടപ്പിലാക്കാം. നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളുടെ കമ്പനിയുടെ ബിസിനസ് വെച്ചടി ഇവിടെ കേരളത്തിൽ അങ്ങ് ഡെവലപ്പ് ചെയ്യാം. അതിന് ക്ലീറ്റോ ചേട്ടൻ്റെ പാർട്ടിയും അതിൻ്റെ അണികളും ഒക്കെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ മുതലാളിയോട് പറയണം കേട്ടോ. ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ വെച്ച് തരാൻ പറയണം. ഇത് വെച്ച് ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇതനുസരിച്ചിട്ട് പിന്നെ അന്വേഷണം നമുക്ക് എൻക്വയറി ബുക്കിംഗ് എല്ലാം എടുക്കണ്ടേ? ഞാൻ ഫോട്ടോസ് എടുത്തു പിന്നെ ഒന്നോ രണ്ടോ എടുത്തു. പക്ഷേ ഈ സൈഡൊന്നും വരണ്ട, ഇങ്ങോട്ട് ലേശവും വരണ്ട. എടുത്തോ, ഞാനും കൂടെ നിൽക്കണോ? എന്നെ കൂടെ നിർത്തിയെടുത്തോ. എൻ്റെ വീടാണ്, നിങ്ങളുടെ മുതലാളി ഒന്ന് കാണട്ടെ. ആ, വീടും ഞാനും കൂടെ ഓക്കെ അല്ലേ? അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സംഗതി ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറയണം. അല്ല, മുതലാളി ഒരാഴ്ച പറഞ്ഞെങ്കിലും വൈകിക്കാതെ സാധനം എത്തിച്ചേരാൻ പറയണം കേട്ടാ. ചായ വെള്ളം എന്തെങ്കിലും ഒന്നും വേണം. ഓക്കെ എന്നാ കേട്ടോ. വഴി അറിയാലോ? ശരി. മലയാളികളുടെ എൻ്റെ അന്വേഷണം പറഞ്ഞേക്കണം. ആ ഓക്കെ. ആരത്? ഞാനേ ഇവിടെ ഒരു ഫ്ലാറ്റ് കെട്ടാൻ പോണു. അതിന്റെ എഞ്ചിനീയറായി ഇപ്പൊ വന്നിട്ട് പോയെ. ആണോ? അയ്യോ, എന്നൊരു കാര്യം ചെയ്യ്. താഴത്തെ ഒരു ഫ്ലാറ്റ് നീ എനിക്ക് അമ്മയ്ക്കുള്ളതല്ലേ, കയറി പോകാനൊക്കെ വലിയ പാടായിരിക്കും. താഴത്തെ മാത്രമാക്കണ്ടളിയാ, മുഴുവനും നിനക്ക് ഞാൻ തരാം. മൊത്തത്തിൽ വിഴുങ്ങണയാണല്ലോ നിനക്ക് ഇഷ്ടം. ബുദ്ധിമുട്ടാവൂ. നീ വെറുതെ ഗുണ്ടടിക്കാൻ നിൽക്കാതെ ആ കറണ്ട് ബില്ല് കൊണ്ടുപോയി കിട്ട്. കറണ്ട് ബില്ല് അടക്കാനുള്ള പൈസ നിന്റെ കയ്യിലില്ല. നീയാണ് ഫ്ലാറ്റ് പണിയാൻ പോണ ഒരു ഫ്ലാറ്റ്. കളിയെ ഞെട്ടരുത്. നിന്നെ നിന്റെ ഡിപ്പാർട്ട്മെന്റിനെയും കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള പാർട്ടിയാണ് ഇപ്പൊ വന്നിട്ട് പോയത്. ആരാന്നറിയാമോ? നിന്റെ കറണ്ട് ഇല്ലാതെ ക്ലീറ്റോയുടെ വീട് ഇനി പ്രകാശിക്കാൻ പോവുകയാണ്. അതെങ്ങനെ? മാജിക് ഉണ്ടോ? ആ മജീഷ്യനാണ് ഈ വന്നിട്ട് പോയത്. സൗരോർജം എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? സൗരോർജം, സൗരോർജം വന്നിട്ട് സോളാറ് ക്ലീറ്റോയുടെ വീട്ടിൽ ഇനി സോളാർ കറണ്ടാണ്. എന്റെ ക്ലീറ്റസ്, നിന്റെ തലയ്ക്കകത്ത് എന്താണ്? ഉതിരച്ചാണകം. പലതും ഉണ്ട്. എടാ, ഒരു ചെറിയ ഒരു സ്ക്വയർ ഫീറ്റിന് എങ്ങാണ്ട് 3500 രൂപ 4000 രൂപ വരും. നിന്റെ അവിടെ മൊത്തം അത് വെക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ വരും. ഈ ബില്ല് കൊണ്ടുപോയി കേട്ടാ അത്രയൊന്നും വരില്ലല്ലോ. എന്നാലേ ആ 1.5 ലക്ഷം രൂപയുടെ മുതൽ ക്ലീറ്റോയുടെ വീട്ടിൽ അവർ ഫ്രീ ആയിട്ട് വെച്ച് തരാൻ പോവുകയാണ്. അതെന്തിനാ? അവർക്ക് വട്ടുണ്ടോ? എടാ, ഇത് തമിഴ്നാട്ടിലെ വലിയൊരു സോളാർ കമ്പനിയാണ്. അവർ കേരളത്തിലേക്ക് അവരുടെ ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് ക്ലീറ്റോയുടെ വീട്ടിൽ ആദ്യം വെച്ച് തരാൻ പോവാണ്. ഇവിടെ വേണ്ട എല്ലാ സഹായവും ക്ലീറ്റോയുടെ പാർട്ടിയും ചെയ്തു കൊടുക്കാൻ പോകും അവർക്ക്. അപ്പൊ ആ കമ്പനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നമുക്ക് കാണാം. പിന്നെ ഇത് പ്രകാശിക്കുമ്പോൾ ഇച്ചിരി പ്രകാശം ഇങ്ങോട്ട് വന്ന് അടിച്ചെന്നിരിക്കും. ബുദ്ധിമുട്ടാവൂ? അയ്യോ, ഇല്ലല്ലോ. സന്തോഷം. കാണാം. ഒരു ഉണക്ക ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ഞാൻ പ്രകാശിപ്പിച്ച് തരാടാ സോളാർ. ആവശ്യമില്ലാത്ത ഓരോ വണ്ടിമേൽ എടുക്കാൻ നിൽക്കുന്നത് അല്ല, അവൻ എന്ത് കാര്യമുണ്ട്? ഇപ്പൊ അവിടെ വേറെ എന്തോ ഒരു കുന്തം കൊണ്ടുവന്ന് വെക്കാൻ പോവാണ്. നിനക്ക് പൈസ വേണ്ടേ? എന്തെന്ന് പറയണ മനസ്സിലാണ്. പക്ഷെ പറ. ഇത് മറ്റേ സോളാറില്ലേ? സോളാറോ? ഓ, എന്തിന്? അതിന് പൈസ ചെലവൊന്നുമില്ലേ? പിന്നെ പൈസ ചെലവില്ലേ? പിന്നെ സോളാറിന് പൈസ ചെലവില്ലേ? ഇതിപ്പോ എന്താ പ്രശ്നം എന്നറിയോ? ഞാൻ പോയിട്ട് ഫ്യൂസ് വരില്ലോ ബില്ലടക്കാത്തോണ്ട്. അപ്പൊ അതിനുള്ള വാശി തീർക്കാൻ വേണ്ടിട്ട് അവൻ സോളാർ ഫിറ്റ് ചെയ്യാൻ പോവാ. അത്ര ഇനി കറണ്ട് വേണ്ടാന്ന്. അതിനൊന്ന് ബില്ലടച്ച് അത് തിരിച്ചു കുത്താൻ പറ്റൂലേ? എന്നോടുള്ള വാശിക്ക് 1.5 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യോളം വരും. അതിന് ഈ പൈസ എവിടെ നിന്ന് ഉണ്ടാക്കാനാണ്? എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ കൊടുക്കത്തില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞേക്കാം. കൊടുക്കത്തില്ല. എന്നിട്ട് ഞാനവിടെ കൊടുക്കുകയും ചെയ്യും. ഇനി എന്ത് വഴക്കുണ്ടായാലും ശരി, ആവശ്യമില്ലാത്തതിനും ഞാൻ നിൽക്കത്തില്ല. ഇതേ സാധാരണമാരുള്ള കേസൊന്നുമല്ല. എങ്ങാനും ഈ കുന്തം കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ അതിന്റെ പൈസ ഒന്നും കൊടുത്തില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഗുണ്ടകൾ കയറി ഇറങ്ങുമ്പോടെ
ആരോടാണ് ഈ പറയുന്നത്? പറഞ്ഞാ കേക്കണ്ടേ? ഒന്ന് നശിപ്പിക്കാനായിട്ട് തന്നെ അത് ഇവിടെ വന്ന് കയറിയത്. എന്നിട്ടോ ഫ്ലാറ്റ് ഉണ്ടാക്കും, ഫ്ലാറ്റ് പണിയാൻ പോവാണ്. എന്നോട് ഫ്ലാറ്റ് പണിയാനേ ഈ ബില്ലടക്കം പൈസ ഇല്ലാത്തവൻ. എന്റെ ഏട്ടൻ ഇതിന്റെ സാങ്കേതികത്വമൊക്കെ അറിയാലോ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഓ അവനെ ഞാനത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുള്ള മനസ്സിലാക്കും. നീ അവനോട് പറയണം ഇരുന്നിട്ട് കാല് നീട്ടാൻ, അല്ലെങ്കിൽ മൂടിടിച്ച് വീഴുമെന്ന് പറഞ്ഞേക്കണം. പിന്നെ അല്ലാതെ ഞാൻ എന്തോന്നാണ് ഇതിനൊക്കെ പറയേണ്ടുന്നത്? ഇനിയിപ്പോ ഉണ്ടാവാൻ പോകുന്ന വിഷയം എന്താണെന്നറിയോ? ഇനി ഇതിന്റെ പേരും പറഞ്ഞിട്ട് എന്നോട് പൈസ ചോദിക്കും. ഞാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല, 5 പൈസ ഞാൻ തരില്ല, ഞാൻ വീണ്ടും ചവിട്ടി പുറത്താക്കും. അമ്മയോട് ചോദിക്കും, അമ്മയും പൈസ കൊടുക്കൂല. വെറുതെ വിഷയങ്ങൾ അവൻ ഇവിടെ വിഷയങ്ങൾ ഉണ്ടാക്കണം, അതേ ഉള്ളൂ. അല്ല അവനെ പറഞ്ഞിട്ട് കാര്യമല്ല, അവരുടെ പിടിപ്പേട് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ അതേ വരണ പറഞ്ഞോട് വേണ്ടതെന്ന് വെച്ചാ നിന്റെ ഉദ്ദേശം എന്തുവാ? അല്ല നിങ്ങൾ രണ്ടുപേരുടെ ഉദ്ദേശം എന്തോന്നാ? എന്താ ഒരു കുന്തം ഇവിടെ കൊണ്ടുവന്നാക്കാൻ പോകുന്നത്? അതിന്റെ പണച്ചെലവ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ മുട്ട മേടിക്കാൻ പോണവരമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ പറ്റിയേ? അപ്പൊ നാത്തൂനൊന്നും അറിഞ്ഞില്ലേ? ഞാൻ എന്തറിയാനാ? പിന്നെ ആരോട് ചോദിച്ചിട്ടാ അവിടെ സോളാർ കൊണ്ടുവരാൻ പോണത്? എന്ത് സാധനം? സോളാറ് നമ്മുടെ വീട്ടിലോ? അല്ല, ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ക്ലീറ്റോ അങ്ങനെ ചെയ്യൂല. ആര് പറഞ്ഞോന്ന്? ഞാൻ അവനോട് വേണ്ട അത് ഒരുപാട് പൈസ ചിലവാണ് ഏർപ്പാടാണെന്നൊക്കെ പറഞ്ഞാണ്. കേക്കട്ടെ? ക്ലീറ്റോന് എന്താ ബോധം പോയി? ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന സാധനമാണ് അമ്മേ. നീയൊക്കെ എന്തെങ്കിലും നോക്കി നിക്കണേ? നിന്റെ പെങ്ങൾക്ക് കയറി വരാൻ പാടുണ്ടോ? കനക, എനിക്ക് നിന്നോടെ പറയാനുള്ളൂ. അമ്മയും കേട്ടോ, ഒന്നല്ലെങ്കിൽ ആ വീട്ടിലെ തങ്കം അല്ലെങ്കിൽ സോളാറ്, രണ്ടും കൂടി വാഴൂല. ഒന്നല്ലെങ്കിൽ സോളാറ് അല്ലെങ്കിൽ ഞാൻ, ഏതെങ്കിലും ഒന്ന് മതി ആ വീട്ടില്. അല്ലേ? ഇത് ഞാൻ അവനോട് പറഞ്ഞതാ. ഇത് ഞാൻ അവനോട് പറഞ്ഞപ്പോ കേട്ടില്ല. അവൻ പറഞ്ഞു സോളാർ ഉറപ്പായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു. കനക, ഒരു പെങ്കൊച്ച് വളർന്നു വന്ന വീട് അവളെ നാളെ കെട്ടിച്ചു വിടണ്ടേ? ഈ ക്ലീറ്റോന്റെ എന്താ ബോധം പോയോ ദൈവമേ? അവന്റെ എല്ലാം പോയി. എന്റെ അമ്മ, ഈ സോളാർ ചർച്ച ടിവിയിൽ വരുന്ന സമയത്ത് കുട്ടികളുടെ വീടാണെങ്കിൽ ടി വി ഓഫ് ചെയ്യും. അത്ര മോശമാണത് അല്ലേ? അയ്യോ, എന്റെ കബീർദാറിന്റെ കുടുംബത്തിന്റെ മാനം കരുതാനാണ് അത് തുനിയുന്നത്. സോളാറിനെ ഈ വീട്ടിൽ കയറ്റി എന്റെ കുടുംബത്തിന്റെ അന്തസ്സ് കളയാൻ ഞാൻ സമ്മതിക്കത്തില്ല. മാത്രമല്ല, ആഴ്ചകളോളം ആളുകൾ പത്രങ്ങൾ കുടുംബത്തിൽ കയറ്റിയിരുന്നില്ല, അറിയാമോ? അത്ര മോശമാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കമ്മേ, ഇവിടെ എന്തോരം വീടുണ്ട്. അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ കയറ്റിയ ഈ വീട് മാത്രമല്ല കയറ്റുന്നുള്ളൂ. ഇത് ഞാൻ വെച്ച് പൊറപ്പിക്കൂല. ഒന്നല്ലെങ്കിൽ ഇന്ന് രണ്ടിലൊന്നും അറിയും. ഞാനും മോളും കൂടെ ഇറങ്ങി വരും. നീ കരുതി. ഞങ്ങൾ ആരും പറഞ്ഞവൻ കേൾക്കൂലട്ടോ. ഞങ്ങൾ ആരും പറഞ്ഞ വേണ്ട, ആരും പറയണ്ട, ഞാൻ നോക്കിക്കോളാലോ. ഇനി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഈ കാര്യത്തില് ഇനി നമ്മൾ ടെൻഷൻ അടിക്കേ വേണ്ട, എല്ലാം അവിടെ എത്തും. അമ്മ വിഷമിക്കണ്ട, സോളാർ വരൂല. അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലായില്ല.